പാഠം 643. അകത്തും പുറത്തും ഭൂകമ്പം. കാന്തല്ലൂരിൽ പ്രവർത്തിക്കുന്ന അനധികൃത ക്വാറി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് സമരം. കാന്തല്ലൂരിൽ ജനങ്ങൾക്ക് ഭീഷണിയായി പരിസ്ഥിതി നിയമങ്ങൾ കാറ്റിൽ പറത്തി പ്രവർത്തിക്കുന്ന മെറ്റൽ ക്വാറിക്കെതിരെ വിവിധ സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തി. എന്ത് സമരം നടന്നിരുന്ന കാര്യം? ക്വാറി ഇപ്പോഴും ഒരു ദോഷമില്ല നടന്നു പോകുന്നു. കഷ്ടം. എന്താണ് പത്രത്തിൽ കാര്യമായ എന്തൊരു വാർത്ത ഉണ്ടല്ലോ? നീ ഇത് കണ്ടോ ഭാമേ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു മെറ്റൽ ക്വാറിയെ പറ്റിയുള്ള വാർത്തയാണ് ഇത്. കുറച്ചു നാളായി ആ ക്വാറിക്കെതിരെ സമരം നടക്കുന്നു. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിക്കുന്നില്ല. മോഹനേട്ടനെ പോലൊരു വില്ലേജ് ഓഫീസർ ഈ നാട്ടിലുണ്ടായിട്ടാണ് ഇങ്ങനൊരു അതിക്രമം. ഞാനെന്ത് ചെയ്യാനാ? ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളുടെ അനുമതി ഉണ്ടെന്നും പരിസ്ഥിതി ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ടെന്നും ഒക്കെയാണ് അവർ പറയുന്നത്. പഞ്ചായത്താണെങ്കിൽ ക്വാറിക്കെതിരെ ഒരു നടപടി എടുക്കുന്നുമില്ല. പിന്നെ വില്ലേജ് ഓഫീസർക്ക് എന്ത് കാര്യം? നാട് മുഴുവൻ കെട്ടിടം പണിയും പാലം പണിയും റോഡ് പണിയും ഒക്കെ അല്ലേ മോഹനേട്ടാ? അതിനൊക്കെ മെറ്റല് വേണ്ടേ? ക്വാറി നടത്താതിരുന്നാലും പ്രശ്നമാ മോഹനേട്ടാ. ഭാമേ, കെട്ടിടവും പാലവും പണിയാൻ വേണ്ടി മെറ്റൽ വേണമെന്നുള്ളത് സത്യം. പക്ഷേ ഇവർ പാറ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ പറ്റി ഒന്ന് ഓർത്തു നോക്ക്. ഞാനൊരു സാധാ വക്കീലാണ് മോഹനേട്ടാ. ഭൂകമ്പത്തിന് സമാധാനം പറയേണ്ട കാര്യം എനിക്കില്ല. പ്രകൃതി ദുരന്തങ്ങൾ നേരിടേണ്ട ഉത്തരവാദിത്വം റവന്യൂ വകുപ്പിനാണ്. നിങ്ങൾക്ക് കൂടി ആലോചിച്ച് എന്ത് ചെയ്യാൻ പറ്റും നോക്ക്. ഭൂകമ്പം മൂലമുണ്ടാകുന്ന ദുരിതങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഇപ്പത്തെ പ്രശ്നം അതല്ലല്ലോ. ഇവിടുത്തെ പ്രശ്നം ഈ ഷർട്ട് മുണ്ടും തേക്കുക എന്നുള്ളതാണ്. ഇത് തേച്ചാലേ ഇതിട്ടിട്ട് മോഹനയുടെ ആഫീസിൽ പോകാൻ പറ്റുള്ളൂ. ഭൂകമ്പം പോലൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു എന്ന് മുന്നറിയിപ്പ് കിട്ടിയിട്ടും വില്ലേജ് ഓഫീസർ ആഫീസിലെത്താൻ വൈകി എന്ന് പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളൊക്കെ എന്ത് കരുതും മോഹനട്ടാ? തഹസിൽദാർ എന്ത് കരുതും? അതുകൊണ്ട് കുറച്ചു നേരം കൂടി അപ്പുറത്ത് പോയിരുന്ന പത്രമൊക്കെ വായിക്കാം. അപ്പോഴേക്കും എന്റെ ജോലിയെല്ലാം ഞാൻ തീർത്തു വെച്ചേക്കാം. ആ മോനട്ടാ, ചെറിയ ഭൂകമ്പം വല്ലതുമാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാനില്ല. ഈ കേരളത്തിലെ കെട്ടിടങ്ങളൊക്കെ നല്ല ബലമുള്ള തറയിട്ട് അതിൽ കെട്ടിപ്പൊക്കിയതല്ലേ. മിക്കവാറും പുതിയ വീടുകളൊക്കെ കോൺക്രീറ്റ് ആയതുകൊണ്ട് ഒടിഞ്ഞു വീഴുന്നുള്ള പേടിയും വേണ്ട. പിന്നെയുള്ളത് ഈ മരം ഒടിഞ്ഞു വീണിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാ. ഒന്ന് സൂക്ഷിച്ചാൽ ആ പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. പക്ഷേ മോഹനേട്ടന്റെ വില്ലേജ് ഓഫീസിന്റെ കാര്യമാണ് ആ കഷ്ടം. അതൊരു പഴഞ്ചൻ കെട്ടിടമല്ലേ. തറയ്ക്കൊന്നും ഒരു ബലവും കാണില്ല. ചെറിയൊരു കുലുക്കം ഉണ്ടായാൽ മതി, എല്ലാം തലയിലോട്ട് വീഴും. ഭൂകമ്പം ഉണ്ടായ രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് വില്ലേജ് ഓഫീസർ. ആ വില്ലേജ് ഓഫീസർ തന്നെ ഭൂകമ്പത്തിൽ തകർന്നു നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? മോഹനേട്ടൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. വല്ല പട്ടികയോ ഓടോ ഒക്കെ വീണ് തല പൊട്ടിക്കയോ കൈയൊടിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പത്രങ്ങളിൽ മുഴുവൻ വാർത്ത വരില്ലേ? ഭൂകമ്പത്തിൽ പരിക്കേറ്റ് വില്ലേജ് ഓഫീസർ ആശുപത്രിയിൽ നിന്ന്. മനുഷ്യന് മനസമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ കാഞ്ചന സാറേ. ശരിക്കും ഭൂകമ്പം ഉണ്ടാവോ? ഉണ്ടാവാനാണ് സാധ്യത. വെറുതെ എന്തായാലും ഇങ്ങനൊരു മുന്നറിയിപ്പ് ഉണ്ടാവില്ലല്ലോ. മഴക്കാലം വന്നതോടെ കെട്ടിടം തകർന്നു വീഴുന്നതിന്റെ കൃഷിനാശത്തിന്റെ പരാതികൾ ഏത് നിമിഷവും വന്നെന്നിരിക്കും. അത് തന്നെ നമുക്ക് ഇരട്ടി ജോലിയാ. അക്കൂട്ടത്തിലൊരു ഭൂകമ്പവും കൂടെ ഉണ്ടായാൽ നന്നായിരിക്കും. ഇനി എന്തായാലും അങ്ങോട്ടുള്ള ദിവസം നമുക്ക് ഉറക്കമില്ലെന്നുള്ള കാര്യം ഉറപ്പായി. എന്റെ ഈശ്വര, സർക്കാരിൽ വേറെ എത്ര വകുപ്പുകൾ ഉണ്ടായിരുന്നു. അതിലൊന്നും ജോലി നോക്കാതെ റവന്യൂ വകുപ്പിൽ ജോലി നോക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അതൊന്നും പറയണ്ട പ്രൊഫസറെ. ജോലി റവന്യൂ വകുപ്പിലാണെങ്കിൽ കയ്യിൽ കാര്യമായിട്ട് എന്തെങ്കിലും തടയുമല്ലോ എന്ന് കരുതിയാണല്ലോ എല്ലാരും ജോലിക്ക് അപേക്ഷിക്കുന്നത്. നമുക്ക് യോഗമില്ലാതെ പോയി. മോഹനേട്ടൻ സാർ ഇവിടെ വില്ലേജ് ഓഫീസറായി ഇരിക്കുന്നിടത്തോളം കാലം 10 പൈസ കൈക്കൂലി വാങ്ങാന്ന് ആരും കരുതണ്ട. ഭൂകമ്പത്തിൽ എത്രയോ നല്ല മനുഷ്യന്മാര് മരിച്ചു പോകുന്നുണ്ട്. ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി ഓഫീസർ ഇരിക്കുന്ന ഭാഗം ഒന്ന് ഇടിഞ്ഞു വീണിരുന്നെങ്കിൽ. അല്ല സാർ, അത് പിന്നെ കൈക്കൂലി വാങ്ങാൻ സമ്മതിക്കാത്ത മേലുദ്യോഗസ്ഥന്റെ തലയിൽ കെട്ടിടം വീണ് അയാൾ അങ്ങ് തട്ടിപ്പോയെങ്കിൽ കൈ
നിറയെ കൈക്കൂലി വാങ്ങാമായിരുന്നു അല്ലേ? അല്ല സാർ, കാഞ്ചന സാർ ഉദ്ദേശിച്ചത് കാഞ്ചന ഉദ്ദേശിച്ചത് എന്താണെന്ന് ശിശുപാലൻ എങ്ങനെ അറിയാം? അല്ല, അത് പിന്നെ ഞാൻ നിങ്ങൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഒന്ന് തന്നെയാണെന്ന് എനിക്കറിയാം. ഞാൻ എങ്ങനെയെങ്കിലും ഒഴിവാവണം. ഇടവപ്പാൽ തുടങ്ങുന്ന ഈ സമയത്ത് ചായ.